തൃശൂർ മുതൽ അരൂർ വരെയുള്ള ഗതാഗത കുരുക്ക് പരിശോധിച്ച ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ട്രാഫിക് സിഗ്നൽ കേന്ദ്രീകരിച്ച പഠനം നടത്തും. തൃശൂർ മുതൽ അരൂർ വരെയാണ് മന്ത്രി സഞ്ചരിക്കുന്നത്. യാത്രാക്കുരുക്കിന് ശാശ്വതമായൊരു പരിഹാരം കാണാനായി ട്രാഫിക് ലൈറ്റുകൾ പുനഃസ്ഥാപിക്കുമെന്നും ബ്ലാക്ക് സ്പോട്ടുകൾ പരമാവധി ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ MLA ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാണ്. പക്ഷേ മെയിനായിട്ടുള്ളത് ഈ ഹൈവേ തൃശ്ശൂർ മുതൽ എറണാകുളം വരെയുള്ള ഹൈവേയിൽ വലിയ കുരുക്കാണ്. ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. യാത്രക്കാരെല്ലാം അമ്പാടും വിഷമമില്ല. ബസ്സിലൊക്കെ ഇരിക്കുന്നവർ, ഞങ്ങളുടെ ബസ്സുകളൊക്കെ വരുന്നത് 2 മണിക്കൂർ 2.5 മണിക്കൂറൊക്കെ ലേറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കുരുക്കൊന്ന് അഴിക്കണം എന്നുള്ളതുകൊണ്ട് പരമാവധി ലൈറ്റുകളെ ഒഴിവാക്കി സ്ട്രെയിറ്റായിട്ട് വണ്ടിയുടെ ഫ്ലോ ചെയ്യാനുള്ള പരിപാടിയാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ആൾക്കാരുണ്ട്, മോട്ടോർ വെഹിക്കിൾ, പോലീസ് എല്ലാവരും ഉണ്ട്. പിന്നെ അതാ സ്ഥലത്ത് നമ്മളൊരു പ്ലാനുണ്ട് നമ്മുടെ കയ്യിൽ, ഒരു ബെസ്റ്റ് ഐഡിയ. പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ചെന്നതിന് ശേഷം നമ്മൾ കാണുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളനുസരിച്ച് ചെയ്യും. നാഷണൽ ഹൈവേ ചെയ്യാത്ത വർക്കുകളാണെങ്കിൽ നമ്മൾ റോഡ് സേഫ്റ്റി അതോറിറ്റി ഏറ്റെടുത്ത് ചെയ്ത് ഈ ബ്ലാക്ക് സ്പോട്ടുകൾ ഒരുപാട് അപകടങ്ങൾ സംഭവിക്കും. ഇപ്പോൾ നമ്മൾ ചാലക്കുടി 2 സൈറ്റിൽ നമ്മൾ പോയിരുന്നു. ഈ 2 സൈറ്റിലുമായിട്ട് 12 മാസത്തിനിടയിൽ 6 ദാരുണ മരണങ്ങളാണ്. അപ്പോൾ അത് എല്ലാവരും സഹകരിക്കണം. കാരണം എന്താ പറയുക, എൻ്റെ വീട്ടിലോട്ട് കയറുന്നിടത്തെല്ലാം തുറന്ന് കിടക്കട്ടെ, എൻ്റെ വീട്ടിലോട്ട് കയറുന്ന അങ്ങനെ തുറന്ന് ഇടാൻ നമുക്കതില്ല. ഇത് ഹൈവേ ആണ്, വരുന്ന വളരെ വേഗത്തിലാണ് വണ്ടി വരുന്നത്. എത്ര വേഗത്തിൽ പോയാലും അങ്കമാലിയുള്ള സ്ഥലത്ത് വന്നങ്ങ് കുടുങ്ങുകയാണ്. ഈ പോട്ടയിലേക്കുള്ള 2 ലൈറ്റുകൾ ശരിക്കും പറഞ്ഞാൽ വലിയ കാലതാമസം ഉണ്ടാക്കുകയാണ്. നമ്മൾ തൃശ്ശൂർ വിട്ടു നോക്കും, എത്ര ലൈറ്റാണ്. ലൈറ്റിൻ്റെയൊക്കെ ടൈമിങ് മാറ്റും. നിർബന്ധമായി ലൈറ്റ് വേണ്ട സ്ഥലങ്ങളിൽ ഹൈവേയിൽ കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് സൈഡിൽ സമയം കുറയ്ക്കും.